നമ്മുടെ വാതിലിലോ ബെഡ്റൂമിലോ നിൽക്കുന്ന സ്റ്റാറുകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. അതിനാൽ നിങ്ങളുടെ എൻട്രൻസിലും ബെഡ്റൂമിലും നിൽക്കുന്ന നക്ഷത്രത്തെ എന്താണെന്ന് മനസ്സിലാക്കുകയും യഥാവിധി അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വലിയ പറ്റിപ്പിലേക്കും കടബാധ്യതയിലേക്കും നമുക്ക് പോകാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൻ്റെ വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഏത് റൂമാണ് നല്ലതെന്ന് നോക്കിയിട്ട് ഒരുപക്ഷെ ബെഡ്റൂം ഒന്ന് മാറുകയോ ചെയ്യുന്നത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോയപ്പോഴത്തേക്ക് ആ വീട് പുറമേ നിന്ന് പല കാര്യങ്ങളും നോക്കി, എന്നിട്ട് ആ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുത്തു. ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുത്തപ്പോൾ അത് ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ വന്നിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ആണ് ഇതിൻ്റെ ഫേസിങ്. സൗത്ത് ഈസ്റ്റിലാണ് മെയിൻ ഡോർ നിൽക്കുന്നത്. സൗത്ത് ഈസ്റ്റ്, സൗത്ത്, നോർത്ത്, വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 77 എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറാണ് സൗത്ത് ഈസ്റ്റിൽ നിൽക്കുന്നത്. ഇത് 2000 പണി കഴിപ്പിച്ചൊരു വീടാണ്. 2000 പണി കഴിപ്പിച്ചൊരു വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുത്തിട്ട് അവരൊന്നും പറയുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ വീട് പണി കഴിപ്പിച്ചിട്ട് ഒരു 2004 തുടങ്ങുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ ശരിക്കും വെൽത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ശരിയാണ്, ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വീട് പണി കഴിപ്പിച്ച് പോയതിനു ശേഷം അദ്ദേഹത്തിന് ജോലിക്ക് പ്രൊമോഷൻ ഉണ്ടായി, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടായി. പക്ഷേ 2004 തുടങ്ങിയപ്പോഴത്തേക്ക് ഇവരുടെ ഉണ്ടായിരുന്ന പൈസ എല്ലാം ഇവരുടെ 1-2 ബന്ധുക്കളും പാർട്ട്നേഴ്സും കൂടെ ചേർന്ന് ഇവരെ പറ്റിച്ചുകൊണ്ടുപോയി. പൈസ ശരിക്കും ഉണ്ടാക്കി. എന്നുണ്ടാക്കി? 2002 അവർ വീട് വെച്ച് കയറിയ അന്ന് മുതൽ 2004 ഫെബ്രുവരി വരെ ഇവർ ശരിക്കും കാശുണ്ടാക്കി. ഫെബ്രുവരി കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ ഉണ്ടായിരുന്ന പൈസ പല കാരണങ്ങളാൽ ഇവരുടെ റിലേറ്റീവ്സും ഈ പാർട്ട്നേഴ്സും കൂടെ ഇവരെ പറ്റിച്ചു. അത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 1984 മുതൽ 2004 വരെ ഉള്ള ഒരു 20 കൊല്ലം ആ ടൈമിലാണ്, ആ ഒരു പീരീഡിലാണ് ഇവർ വീട് വെച്ചത്. വീട് വെച്ചപ്പോൾ ഇവരുടെ മെയിൻ ഡോർ നിൽക്കുന്ന സ്ഥലത്ത് 77 എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർ ഉണ്ടായിരുന്നു. അതിൽ ഈ വാട്ടർ സ്റ്റാർ 7 എന്ന് പറയുന്നത് വെൽത്ത് സ്റ്റാർ ആയിരുന്നു. കാരണം ഈ ടൈമിൽ പ്രോസ്പെരിറ്റി ആയിട്ടുള്ള സ്റ്റാർ 7 ആയിരുന്നു, 7th പീരീഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ വീട്ടിലേക്ക് ശരിക്കും പൈസ വരികയും അവർക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞു, ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു. അതായത് 2004 മുതൽ 2024 വരെയുള്ള അടുത്ത 20 കൊല്ലം പീരീഡ് 8ലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ചെയ്ത സമയത്ത് ഈ സ്റ്റാറിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് പറ്റിപ്പും കടബാധ്യതയുമാണ്, റോബറി സ്റ്റാർ ആണ്. അപ്പോൾ ഇതിന്റെ ഈ ടൈമിലായിരുന്നെങ്കിൽ ഇത് അതിന്റെ ടൈമിലെ സ്റ്റാർ ആയിരുന്നു. കാരണം ആ 84, 2004 അത് അതിന്റെ ഒരു ടൈം, ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ടെന്ന് പറയില്ലേ, അതുപോലെ 7ന്റെ ടൈം ആയിരുന്നു ആ ഒരു ടൈം. ആ സമയത്ത് ആ 7 എന്ത് ചെയ്തു? ഇവർക്ക് ഒരുപാട് സമ്പത്ത് കൊടുത്തു. ആ ടൈം വിട്ടപ്പോൾ അത് അതിന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. യഥാർത്ഥ സ്വഭാവം എന്താണ്? പറ്റിപ്പും കടബാധ്യതയുമാണ്. അപ്പോൾ ഇവർക്കുണ്ടായിരുന്ന സമ്പത്തെല്ലാം എന്ത് ചെയ്യപ്പെട്ടു? പറ്റിച്ചോണ്ട് പോകപ്പെട്ടു. ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് അത് പോയി. അപ്പോൾ നമ്മുടെ വാതിലിലോ ബെഡ്റൂമിലോ നിൽക്കുന്ന സ്റ്റാറുകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. അതുപോലെ ഇപ്പൊ വീണ്ടും ഒരു കാലഘട്ടം മാറിയിട്ടുണ്ട്. എപ്പോഴാണ്? 2024 വീണ്ടും ഒരു പീരീഡ് മാറി. ഇത് 2004 സംഭവിച്ചതാണ്. ഓരോ 20 വർഷങ്ങളാണ് ഓരോ കാലഘട്ടമായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത്. 2004 ഇത് എനർജി ഷിഫ്റ്റ് ആയപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? 7ന്റെ പ്രോസ്പെരിറ്റി പോയിട്ട് 8 വന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? 2024 കഴിഞ്ഞു. 24 കഴിഞ്ഞപ്പോൾ 8ന്റെ പ്രോസ്പെരിറ്റിയും കടന്നു. ഇപ്പൊ ഏതായി പീരീഡ്? 2024 മുതൽ 2044 വരെ 9th പീരീഡിലായി. ഇപ്പൊ നമ്മുടെ കാലം 9th പീരീഡിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 8ന്റെ പ്രോസ്പെരിറ്റിയും കഴിഞ്ഞു 9ലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങൾ മാറുന്ന അനുസരിച്ച് പല സ്റ്റാറുകളുടെയും സ്വഭാവങ്ങളിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ വീട്ടിലെ നക്ഷത്രങ്ങൾ എന്താണെന്നും അത് നമ്മുടെ എൻട്രൻസിൽ എന്താണെന്നും നമ്മുടെ ബെഡ്റൂമിൽ എന്താണെന്നും അത് നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം വാസ്തുവിലുള്ളതല്ല. ഇത് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ലോകത്തെല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ വർക്കാവും. ഈ വീട് നമ്മുടെ ഭാരതത്തിലാണെങ്കിലും ശരി തന്നെ, ചൈനയിലായാലും ശരി തന്നെ, അമേരിക്കയിലായാലും UAE-യിലായാലും എവിടെ ആയാലും ഈ നക്ഷത്രങ്ങൾ അതാത് സ്ഥലങ്ങളിൽ കൃത്യമായിട്ടും അതിൻ്റെ ഒരു സ്വാധീനം ചെലുത്തും. അതിനാൽ നിങ്ങളുടെ എൻട്രൻസിലും ബെഡ്റൂമിലും നിൽക്കുന്ന നക്ഷത്രത്തെ എന്താണെന്ന് മനസ്സിലാക്കുകയും യഥാവിധി അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ
വലിയ പറ്റിപ്പിലേക്കും കടബാധ്യതയിലേക്കും നമുക്ക് പോകാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതിൻ്റെ വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഏത് റൂമാണ് നല്ലതെന്ന് നോക്കിയിട്ട് ഒരുപക്ഷെ ബെഡ്റൂം ഒന്ന് മാറുകയോ ചെയ്യുന്നത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോവാം. ഇത് നമുക്ക് ബാക്കോ മിററാണ്. ഇതിന് 8 ദിക്കുകളുണ്ട്. ഇത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകളിൽ വെളിയിൽ വെക്കുമ്പോഴത്തേക്ക് 8 ദിക്കുകളുടെ സംരക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസും ഇതുപോലെ വെക്കാവുന്നതാണ്. ഇതുപോലെ വേണം ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഇതുപോലെ വെക്കാവുന്ന. അപ്പോൾ 8 ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകളിൽ നമുക്ക് പിന്നെ ബാക്കോ മിററും ഫ്യൂഡോഗും വെക്കാം. അതുപോലെ തന്നെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഫീനിക്സ് ബേർഡ് ആണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരിനും പ്രസിദ്ധിക്കും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീനിക്സ് ബേർഡിനെ വെക്കാം. അതുപോലെ നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അരോന ഫിഷാണ്. അരോന ഫിഷ് ലിവിംഗ് റൂമിൻ്റെ നോർത്തിൽ വെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിക്കൊണ്ട് തരും. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.